നമ്മൾ ഒരുപാട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഒരുപാട് വൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് മോഡായിട്ട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ കോമൺലി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കുറേ അബദ്ധങ്ങൾ അല്ലെങ്കിൽ പൊട്ടത്തരങ്ങളുണ്ട്. അത് കുറച്ച് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മാർക്കറ്റ് വീണല്ലോ, മാർക്കറ്റ് വീഴുമ്പം ചില ആളുകൾ ആ പൈസ പിൻവലിക്കും, ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യൽ നിർത്തും. അതാണ് ഏറ്റവും വലിയ അബദ്ധം. കാരണം അന്ന് നമ്മൾ 300 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനമാണ് ഇപ്പോൾ നമുക്ക് 150-200 രൂപ കിട്ടുന്നത്. അത് കുറച്ച് ഞാൻ 400 ആകുമ്പോൾ അവിടെ നമുക്ക് 100 രൂപ പ്രോഫിറ്റ് ഉള്ള ഇപ്പം വാങ്ങിയ സാധനത്തിന് നമുക്ക് 200 രൂപ പ്രോഫിറ്റ്. അതായത് കുറഞ്ഞ വിലക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ആൾ ഒരിക്കലും മാർക്കറ്റ് വീഴുമ്പോൾ അടക്കുന്നത് നിർത്തുകയോ അതല്ലെങ്കിൽ പൈസ പിൻവലിക്കുകയോ അതല്ലെങ്കിൽ എന്തായാലും പറയാം അതിൻ്റെ ഫർദർ മ്യൂച്വൽ ഫണ്ടിലെ പരിപാടി തന്നെ വേണ്ട, ഈ പരിപാടിക്ക് അല്ലാതെ പൈസ ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട പരിപാടിയിൽ നിന്ന് പിൻവരാം. അത് പാടില്ല. കീപ്പ് ഇൻവെസ്റ്റിംഗ്. പോസിബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി പൈസ അതിലേക്ക് ആഡ് ചെയ്യുക. കാരണം പണ്ട് വലിയ പൈസ കിട്ടുന്ന സാധനമാണല്ലോ ഇപ്പോൾ ചെറിയ പൈസ കിട്ടുന്നത്, അത് വാങ്ങി വെക്കുക എന്നുള്ളതാണ്. പിന്നെ പല ആളുകളും മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങുക റെഗുലർ ഫണ്ടായിട്ടാണ്. അത് ഡയറക്റ്റ് ഫണ്ടായിട്ട് തുടങ്ങില്ല, ഏജന്റുമാരെ ബന്ധപ്പെട്ട് റെഗുലർ ഫണ്ട് തുടങ്ങും. ഈ റെഗുലർ ഫണ്ട് തുടങ്ങിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ആ ഒരു പ്രോഫിറ്റിൽ ഏകദേശം 1% മാറ്റം ആവറേജ് ഉണ്ടാകും. 0.75 മുതൽ 1%. നമ്മൾ ഡയറക്റ്റ് 1% തന്നെ വലിയ സംഖ്യയാണ്. നമ്മൾ ലോങ് ടേമിൽ നോക്കുമ്പോൾ വലിയ സംഖ്യയാണ്, കോമ്പൗണ്ടിങ് നോക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ഡയറക്റ്റ് ഫണ്ടുകൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു വലിയ സംഭവം. പിന്നെ കുറേ ആളുകൾ പോയിപ്പെട്ട് ലോക്കിംഗ് പീരിയഡുകളുള്ള ഇൻഷുറൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പല ഫണ്ടുകളിലും പോയിപ്പെട്ടുണ്ടാവും. അത് ആക്ച്വലി മ്യൂച്വൽ ഫണ്ടുകളല്ല, മെയിൻലി ഇൻഷുറൻസ് ബാക്കപ്പ് ഉള്ള ഫണ്ടുകളായിരിക്കും. അത് നിങ്ങൾ വിചാരിച്ച സമയത്ത് വിൽക്കാനും വാങ്ങാനും പറ്റില്ല, അതിന് മെച്യൂരിറ്റി പീരിയഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിട്ടേൺസും അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. പിന്നെ വളരെ രസകരമായ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് 15 ഫണ്ട്, 20 ഫണ്ട്, 30 ഫണ്ടൊക്കെ തുടങ്ങുക. അപ്പോൾ 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 50,000 വെച്ച് 20 ഫണ്ടിലിട്ടാൽ നമുക്കൊരിക്കലും പ്രോഫിറ്റ് വളരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ 20 ഫണ്ടും എന്തായാലും മേലോട്ട് പോകില്ല. അതിൽ 4-5 ഫണ്ടേ മേലോട്ട് പോവുള്ളൂ. അപ്പോൾ നമുക്കിപ്പം 4-5 ഫണ്ട് മേലോട്ട് പോയാലും നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. കാരണം നമ്മുടെ മിക്കവാറും ഫണ്ടുകൾ കിടക്കുന്നത് താഴോട്ട് പോയ ആ ഒരു ബാക്കിയുള്ള 15 ഫണ്ടിലായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 5 ഫണ്ട് അല്ലെങ്കിൽ 4 ഫണ്ട്, 6 ഫണ്ട്, 10ന്റെ താഴെയുള്ള ഫണ്ടുകളിലായാൽ മാർക്കറ്റിൽ ഏതെങ്കിലും ഫണ്ട് പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോഫിറ്റിന്റെ ബെനിഫിറ്റ് കിട്ടും. എപ്പോഴും കീപ്പ് യുവർ എന്തായാലും പറയാം, ഫണ്ട് വളരെ ലിമിറ്റഡ് ആക്കി വെക്കുക. പിന്നെ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫണ്ടാണ്. ലാർജ് ക്യാപ്പ് വാങ്ങുകയാണെങ്കിൽ അത് അതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും. മിഡ് ക്യാപ്പ് അതിലും ഉണ്ടാവും, ഇതിലും ഉണ്ടാവും. പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഫണ്ട് സെലക്ട് ചെയ്തിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സെലക്ട് ചെയ്യുന്ന ആ ഫണ്ടിലും സെയിം കമ്പനീസ് തന്നെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ 2-3 ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാലും ആക്ച്വലി നമ്മളെല്ലാം ഒരു കമ്പനിയിൽ തന്നെയാണ്. അങ്ങനെയുള്ള റിപ്പീറ്റേഷൻ വലിയൊരു സെഗ്മെന്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ മാസവും എടുത്തു നോക്കുക, ലാഭമുണ്ടോ ഇല്ലല്ലേ, ലാഭമുണ്ടോ. അപ്പോൾ ഇത് എപ്പോഴും എടുത്തു നോക്കാനുള്ള ഒരു സംഭവമല്ല. ആക്ച്വലി ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ആക്ച്വൽ ലാഭം തന്നെ വരിക ഒരു 10, 12, 15 വർഷം ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ്. എപ്പോഴായാലും ഒരു 7 ഇയേഴ്സിന് ശേഷമാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട് തുടങ്ങുക എന്ന് പറയുമ്പോൾ തലച്ചോറിൽ ആദ്യമേ നമ്മൾ വെക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 10 to 12 to 15 ഇയേഴ്സിനാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിൽ കഴിഞ്ഞിട്ട് കണ്ടുവേണം. ഏത് മാർക്കറ്റ് ഡൗൺ ആയാലും, ഏത് റിസഷൻ വന്നാലും, ഏത് വാർ വന്നാലും കീപ് ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ്. നമ്മൾ ഏത് ഫണ്ട് എടുത്ത് പഠിച്ചാലും ഒരു 15 വർഷക്കാലത്തെ കാലം കൊണ്ട് നമ്മൾക്ക് ഒരു 13%, 10%, 12% റിട്ടേൺസ് കിട്ടാത്ത മ്യൂച്വൽ ഫണ്ട് വന്നിട്ടില്ല. തിരക്കൂട്ടുന്നവർക്കുള്ളതല്ല മ്യൂച്വൽ ഫണ്ട്. ക്ഷമ വേണം, എല്ലാം ശരിയാവും.